ഹായ് നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നത് നല്ലൊരു നാടൻ ടീ സ്റ്റാൾ ഹോട്ടൽ പരിചയപ്പെടുത്തി തരാനാണ്. നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ പോകണം, രുചികരമായ ഭക്ഷണം കഴിക്കാം. ഏതാണ് സ്ഥലം എന്നൊക്കെ എല്ലാം പറഞ്ഞു തരാം, വിശദമായി പറഞ്ഞു തരാം. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. എവിടെയാണെന്ന് വെച്ചാൽ കണ്ണൂർ പഴയങ്ങാടി മാടായിപ്പാറ കാണാത്ത ആൾക്കാർ കുറവായിരിക്കും. എന്നിരുന്നാലും ആദ്യമായിട്ട് വരുന്നവരായാലും സ്ഥിരമായിട്ട് വരുന്നവരായാലും ഈ ടീ സ്റ്റാളിൽ പോകാൻ മടിക്കരുത്. നമ്മളെ നളിനി ചേച്ചിയുടെ ടീ സ്റ്റാളാണ്. എവിടെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. നമ്മൾ മാടായിപ്പാറയിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ ഏഴിമല റോഡില്ലേ, മാടായിപ്പാറേൻ്റെ നടുക്കേ കൂടിയുള്ള ഏഴിമല റോഡ്. അപ്പോൾ ഈ മാടായിപ്പാറയിൽ നിന്ന് ഏഴിമല റോഡിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഒരു ഇറക്കമുണ്ട്. ഏത് മാടായിപ്പാറ കഴിഞ്ഞ് പിന്നെ ഒരു ഇറക്കം, ടേൺ ചെയ്തിട്ട് ഇറക്കം. അങ്ങനെ ഇറങ്ങിയിട്ടാകുമ്പം എടുത്ത് തിരിയുമ്പോൾ അവിടെ വലതുഭാഗത്ത് ബോർഡ് കാണാം. എന്താ ബോർഡ്? നളിനി ചേച്ചിയുടെ സ്വന്തം ചിന്നൂസ് ടീ സ്റ്റാൾ എന്ന് കാണാം. അപ്പോൾ അത് വേങ്ങരയാണ്. വേങ്ങര അതായത് മാടായിപ്പാറേൻ്റെ നേരെ താഴെ ഏഴിമല പോകുന്ന റോഡിന്. മാടായിപ്പാറ കഴിഞ്ഞ് നേരെ ഇറങ്ങി വളവ് കഴിഞ്ഞ് വലതുഭാഗത്ത് ബോർഡ് കാണാം. നമ്മുടെ നളിനി ചേച്ചിയുടെ സ്വന്തം ചിന്നൂസ് ടീ സ്റ്റാൾ എന്നാണ് കാണുക, വേങ്ങര. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അവിടെ അടിപൊളി പലഹാരങ്ങളുണ്ടാവും. രാവിലെ തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവുമെന്നറിയാം. മധുരക്കിഴങ്ങ് പൊരിയാണ്. മധുരക്കിഴങ്ങ് പൊരി, പിന്നെ സ്വദേശി വട, നെയ്യപ്പം, ഉള്ളിവട, പഴംപൊരി, പരിപ്പ് വട, ബോണ്ട, ദോശ, ഉപ്പുമാവ് എന്ന് വേണ്ട ഈ പറഞ്ഞതിലെല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് ഉണ്ടാവും. അവരെന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്, വേറെ എവിടുന്നും മേടിച്ചു കൊണ്ടിരുന്നില്ല. അതിമനോഹരമായ രുചിയാണ് കേട്ടോ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ കഴിച്ചു, അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. നല്ല വൃത്തിയോടുകൂടി ശുദ്ധിയോടുകൂടി മനോഹരമാക്കിയിട്ട് അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ ആക്കി തരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് മാടായിപ്പാറ കാണാൻ വന്നവർ നേരെ ഈ ഏഴിമല ഈ റോഡ് കുറച്ച് പോകുന്ന ദൂരം അത്രയോ ദൂരം പോകണ്ടു. നേരെ പോവുക, റോഡ് ഇറങ്ങുക. ഒരു 2 വളവ് കഴിയുമ്പം തന്നെ ഇറങ്ങുന്നിടത്ത് തന്നെയാണ് ഈ ടീ സ്റ്റാളുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾ കാണുക, മുഴുവനായിട്ട് കാണണം കേട്ടോ. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇത് കാണുന്നവരെന്തായാലും ഇവിടെ പോകണം, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ പോകുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ നല്ല ടീ സ്റ്റാളിലാണ് ഉള്ളത്. കണ്ട ബോർഡ് കണ്ട, ആ ടേണിങ്ങിൽ ഞാൻ പറഞ്ഞില്ലേ, ഇറങ്ങിയിട്ടാകുമ്പം ഇവിടെ കാണാം നളിനി ചേച്ചിയുടെ സ്വന്തം ചിന്നൂസ് ടീ സ്റ്റാളിന്. വലതുവശത്താണ് കാണുക, ഇടതുവശത്താണ് ഈ ടീ സ്റ്റാളുള്ളത്, ചായക്കട. കണ്ടോ, ഇതാണ് മാടായിക്കാവിലേക്ക് പോകുന്ന റോഡ്. മാടായിക്കാവിൽ നിന്ന് ഇറങ്ങി വരുന്നതാണിത്. ഇത് നേരെ ഏഴിമലക്ക് പോകുന്നത്, അങ്ങ് നേരെ ഏഴിമല. അപ്പോൾ ഈ ടേണിങ്ങിലാണ് നളിനി ടീച്ചറല്ല, നളിനി ചേച്ചിയുടെ സ്വന്തം ചിന്നൂസ് ടീ സ്റ്റാളുള്ളത്. നമുക്കതിലേക്ക് കടക്കാം. അങ്ങനെ കിടക്കുമ്പോൾ അവിടെ പലഹാരങ്ങളെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി പരിപ്പോടെ കേട്ടോ, എന്നാ ടേസ്റ്റ് ഉള്ളത് പറയാലോ. പഴംപരിയെല്ലാം ഇങ്ങനെ പളപളാന്നിരിക്കുന്നുണ്ട്. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റാണ്. ചായ ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറെ വെറൈറ്റി ഒരു ഐറ്റംസ് ഉണ്ട് കേട്ടോ, മധുരക്കിഴങ്ങ് പൊരി. അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞങ്ങളിങ്ങനെ അതെല്ലാം കണ്ട് ഭ്രമിച്ചിരിക്കുകയാണ്, ആക്കുന്നത് കണ്ടിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് കാണാൻ പൂച്ച, നല്ല അടിപൊളി ചിന്നു മിന്നു പൂച്ച, മ്യാവ് മ്യാവ് എന്നാക്കിയ ചിന്നു മിന്നു പൂച്ച. അതും നമ്മൾ കണ്ട് ഇതാക്കി. ആ പൂച്ചയും നമ്മളായിട്ട് മയങ്ങി അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ ചായക്ക് പറഞ്ഞു. നമ്മൾ 3 പേരുണ്ടായിരുന്നു. 2 പേര് ഹോർലിക്സ് പറഞ്ഞു, ഞാൻ ചായയും പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഒപ്പം നല്ല ചൂട് പഴംപൊരിയും പരിപ്പ് വടയുണ്ട്. അത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടാണ്, ആ ടേസ്റ്റ് വന്നതുകൊണ്ടാണ് നമുക്ക് എന്താ പറയണ്ടേ, ഈ വീഡിയോ എടുക്കണമെന്ന് തോന്നിയത്. അത്രയും ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചത്. ചെറിയൊരു പെട്ടിക്കടയാണ്, അത് കുറച്ചുകൂടി ചെറിയൊരു വലിപ്പത്തിലാക്കി ഇരിക്കാനുള്ള സൗകര്യമെല്ലാം ചെയ്ത് അതിമനോഹരമായിട്ട് ആക്കിയിട്ടുണ്ട്. നല്ല ശാന്തസുന്ദരമായ പ്രദേശമാണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ്. ഒരുപാട് ആൾക്കാർ മാടായിപ്പാറ
കാണാൻ വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കാറുണ്ട്. അവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. നല്ല സ്വഭാവമാണ് ഇവർ, നല്ല പെരുമാറ്റമാണ്, വളരെയേറെ ഇഷ്ടപ്പെട്ടു. അതായത് നമ്മളിപ്പോൾ മാടായിപ്പാറ ഇവിടെ വന്നാൽ ഈ റൂട്ടിലൂടെ ഇടയ്ക്ക് പോകുന്നതാണ്. അപ്പം ഇവിടുന്ന് അതിന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോകുമ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. അത് ശരി. നല്ല ചായയാണ്, നല്ല സ്വഭാവമാണ്. എല്ലാവരും ചായറിനെല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പഴയങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ മാടായിപ്പാറ കഴിഞ്ഞിട്ടാണ് നേരെ വരുന്ന. പഴയങ്ങാടി കഴിഞ്ഞ് ആ ടൗൺ കഴിഞ്ഞ് റൗണ്ടപ്പ് ലെഫ്റ്റിലേക്ക് കയറുക. അത് അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഏഴിമല അക്കാദമി. ആ റോഡിനാ ഉള്ളല്ലേ, വലിയ ഇറക്കിറങ്ങിയിട്ട് ഇറക്കിറങ്ങിയ പാട് ലെഫ്റ്റ് സൈഡായിട്ട് അങ്ങനെ കാണില്ല, ശ്രദ്ധിച്ചാലേ കാണും. നളിനി ചേച്ചിയുടെ സ്വന്തം നളിനി ചേച്ചിയുടെ സ്വന്തം ചിന്നൂർ ടീ സ്റ്റാൾ ആയിക്കോട്ടെ. അതെ അതെ, അങ്ങനെയാണ് ഇതിൻ്റെ പേര്. ഇവിടുത്തെ നല്ല ചായയാണ്. പിന്നെ കടിയായിട്ട് പഴംപൊരിയും പരിപ്പുവടയുണ്ട്. നല്ല ചായയും കടികളാണ്. ഇതിനകത്തേക്ക് വരുന്നോട്ട് ഇങ്ങോട്ടൊന്ന് വരിക. ഇതൊന്ന് മധുരക്കിഴങ്ങല്ലേ? ഇതാണ് മധുരക്കിഴങ്ങല്ലേ, നല്ല വലിയ. ഇതിങ്ങനെ കഷ്ണം ചെയ്ത് തോല് കളഞ്ഞ് ഇതേപോലെ കഷ്ണം ചെയ്ത് കട്ട് ചെയ്തിട്ട് എന്നിട്ട് പൊരിക്കും. വേറെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ? മാവ് കടലമാവ്. ഇതാണ് പൊരിച്ചത് അല്ലേ, മധുരക്കിഴങ്ങ് പൊരിച്ചത്. രാവിലെ ഒരു 8:30 തുറക്കും. അപ്പോൾ ദോശ ഉണ്ടാവും രാവിലെ, ഉപ്പുമാവ് ഉണ്ടാവും, പിന്നെ ഉഴുന്ന് വട, സമൂസ, പിന്നെ നെയ്യൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ രാവിലെ ഉണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഉള്ളിവട, കിഴങ്ങ് പൊരി. കിഴങ്ങ് എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ്. അത് പിന്നെ ഇങ്ങനെ നല്ല സൈസായിട്ട് മുറിച്ചിട്ട് അത് മാവിലിട്ടിട്ട് അതിന് മധുരക്കിഴങ്ങ്, പിന്നെ പഴംപൊരി, ഉള്ളിവട, അങ്ങനത്തെ സാധനങ്ങളാണ് ഉണ്ടാവുക. സ്വദേശി വട, പരിപ്പ് വട, ബോണ്ട, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കല്. അപ്പോൾ മാടായിപ്പാറയിൽ ഇഷ്ടം പോലെ ഇപ്പോൾ ആൾക്കാർ പിന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇറക്കത്തിൽ, മാടായിപ്പാറേൻ്റെ ഇറക്കത്തിൽ അടുത്ത സൈഡിലായിട്ടാണ് നമ്മളെ കട. അപ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ചിന്നൂസ് തട്ടുകട എന്ന് പറഞ്ഞിട്ട്. നളിനി ചേച്ചിയുടെ സ്വന്തം ചിന്നൂസ് ടീ സ്റ്റാൾ. നളിനി ചേച്ചിയുടെ സ്വന്തം ടീ സ്റ്റാൾ. ടേണിങ്ങിന് ഇടത്ത് ഭാഗത്തുള്ള അല്ലേ? അപ്പോൾ ഇടത് ഭാഗത്താണ് നമ്മളെ കട, വലത് ഭാഗത്താണ് ബോർഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വരുക. അതെ അതെ. നെയ്യപ്പലം തീർന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നളിനി ചേച്ചിയുടെ ടീ സ്റ്റാൾ കണ്ടല്ലോ. അപ്പോൾ മാടായിപ്പാറയിൽ വരുന്നവരെ ഇവിടെ വരിക. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളി പലഹാരങ്ങൾ കിട്ടും. അത് ആസ്വദിച്ച് കഴിച്ച് മാടായിപ്പാറ ആസ്വദിച്ച് ക്ഷേത്രത്തിൽ വരുന്നവർ ഇവിടെ വരാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.